Hello friends, Earnest Academy വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂൺ മാസം ടെക്നിക്കൽ എക്സാമുകളുടെ PSC എക്സാമുകളുടെ ഒരു പെരുമഴ കാലം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് പല സ്ട്രീമുകളിലും പല പ്രധാനപ്പെട്ട എക്സാമുകളും വരുന്ന ഒരു ടൈമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് എക്സാമുകളുടെ രണ്ട് അപ്ഡേറ്റ്സുകൾ അറിയാനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ജൂൺ മാസത്തിൽ കമ്പ്യൂട്ടർ സയൻസിന് പ്രധാനമായിട്ട് വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമുകളാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറും അസിസ്റ്റന്റ് പ്രൊഫസറും. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് PSC സൈറ്റിൽ. അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഈ കൺഫർമേഷൻ എല്ലാവരും കൊടുത്തിട്ടില്ല എങ്കിൽ അപ്ലൈ ചെയ്ത് അത്രയും പേരും കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? കോമ്പറ്റീഷൻ അത്രയും കുറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് എത്ര ശതമാനത്തോളം കുറഞ്ഞു കോമ്പറ്റീഷൻ എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. ജൂൺ 9-നാണ് എക്സാം വന്നിട്ടുള്ളത്. 5215 പേരാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ നമുക്ക് അറിയാം, അല്ലെങ്കിലും എംടെക് ഹോൾഡേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസറുകൾ എക്സാമുകൾക്ക് പൊതുവെ കാൻഡിഡേറ്റ്സ് വളരെ കുറവായിരിക്കും. അതിൽ 5215 ആണ് കമ്പ്യൂട്ടർ സയൻസിന് അപ്ലൈ ചെയ്തിരുന്നത്. പക്ഷെ 3680 പേര് മാത്രമാണ് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. അതായത് ഈ 3680 പേരോടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. എന്ത് ചെറിയൊരു കോമ്പറ്റീഷൻ ആണ്. ശരിക്കും ഒരു 3680 പേരോട് മത്സരിച്ച് ആദ്യം 50-ൽ വരിക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കോമ്പറ്റീഷൻ ആണ്. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകൾ ആയതുകൊണ്ട് തന്നെ സിലബസ് വാസ്റ്റ് ആണ്, നല്ല ഇൻഡെപ്ത് സിലബസ് ആണ്. സോ എല്ലാവരും ഈ ഒരു എഫേർട്ട് ഇടുമോ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഈ ഒരു അവസരം കൃത്യമായി മുതലെടുത്ത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമ്മളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു എക്സാം തന്നെയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. എനിവേ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാം ആണ്. ജൂൺ 15-നാണ് എക്സാം. ഡിപ്ലോമയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഓൾമോസ്റ്റ് ഇരട്ടി ഉണ്ടായിരുന്നു. 10240 പേരായിരുന്നു അപ്ലൈ ചെയ്തത്. ഓൾമോസ്റ്റ് കൂടുതൽ പേരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. 7916 പേരാണ് കൺഫേംഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഏകദേശം ഒരു ബിലോ 2100 അത്രയൊക്കെ ആൾക്കാരെ കൊടുക്കാതിരുന്നിട്ടുള്ളൂ. കമ്പാരിറ്റീവ്ലി നല്ലൊരു എക്സാം ആയിരിക്കും. കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും ക്വസ്റ്റ്യൻസ്, പക്ഷെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ വേക്കൻസീസും ഉറപ്പായിട്ടും ഒബ്വിയസ്ലി കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ BTech MTech ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ തീരുമാനിക്കുക നിങ്ങൾ ഏത് പോസ്റ്റിന് വേണ്ടി ആയിരിക്കും ഫോക്കസ് ചെയ്യുക എന്നുള്ളത്. കൃത്യമായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് അതിന് തന്നെ പഠിക്കുക. രണ്ട് എക്സാമിനൂടെ ഒരുമിച്ച് പഠിക്കാൻ നിൽക്കരുത്. കാരണം ഇത് ജൂൺ 9-നും ജൂൺ 15-നാണ്. അതിനിടയ്ക്ക് വലിയ ടൈം കിട്ടില്ല. നിങ്ങൾ ഓരോ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അസിസ്റ്റന്റ് പ്രൊഫസർ ആണെങ്കിൽ കുറച്ചുകൂടെ ഗേറ്റ് ലെവലിലോട്ടോ ഒക്കെയുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യനുകൾ കുറച്ച് ഡെപ്തിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഡിപ്ലോമ ലെവലാകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെവലായിരിക്കും. അപ്പോൾ ഇത് രണ്ടുകൂടെ കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. സോ ഏതെങ്കിലും ഒരു എക്സാം കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. വളരെ കുറച്ച് സമയമേ നമ്മുടെ കയ്യിലുള്ളൂ. അറൗണ്ട് ഒരു 1.5 months കഷ്ടിയാണ് ടൈം. അപ്പോൾ ഈ ടൈമിൽ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇനി സ്വന്തമായി മെറ്റീരിയൽ ഒക്കെ കണ്ടുപിടിച്ച് പഠിക്കാൻ നിൽക്കുമ്പോൾ അത്രയും കൂടി ടൈം വേസ്റ്റ് ആവുകയാണ്. നമുക്ക് സമയക്കുറവുണ്ട്. അപ്പൊ ഈ ടൈം മാക്സിമം എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കണം. അവിടെയാണ് നമ്മുടെ കോച്ചിങ് സെന്ററുകളുടെയൊക്കെ പ്രസക്തി വരുന്നത്. കാരണം കോച്ചിങ് സെന്ററുകളിലാവുമ്പോൾ നിങ്ങൾക്ക് പഠിക്കേണ്ട മെറ്റീരിയലുകൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അത് ഫ്രീ ആയിട്ടല്ല, കോഴ്സ് എടുക്കുമ്പോൾ അതിന് കൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത്രയും ടൈം സേവ് ചെയ്യാൻ പറ്റും. പിന്നീട് നിങ്ങൾക്ക് ഒന്ന് തിയറി പഠിക്കണം, പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രം നിങ്ങൾ ശേഖരിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഒരു സ്വന്തമായ ഒരു എഫേർട്ട് ഇട്ടാൽ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് എടുക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക പോലുള്ള ടൈം നമുക്ക് സേവ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ കണ്ടന്റിലുള്ള നോളജ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് ക്ലിയർ ചെയ്യുന്നതിനൊക്കെ കോച്ചിങ് സെന്ററുകളിൽ ജോയിൻ ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. എനിവേ നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ആണെങ്കിലും കോച്ചിങ് സെന്ററിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കൃത്യമായി ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണിത്. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇത്തവണ നമുക്കൊരു റാങ്ക് ഉറപ്പിക്കണം. നമുക്ക് റാങ്ക് ലിസ്റ്റ് അല്ല, ഒരു അഡ്വൈസ് തന്നെ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്രിപ്പയർ സ്മാർട്ട് വിത്ത് ഏർണസ്റ്റ് അക്കാദമി.